പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി, എല്ലാവരെയും ബഹുമാനിപ്പിൻ. വളരെ ചിന്തനീയമായിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് എല്ലാവരെയും ബഹുമാനിക്കുക. വ്യക്തിബന്ധങ്ങളുടെ നിലനിൽപ്പിന് വേണ്ട ഒന്നാണ് പരസ്പര ബഹുമാനം. നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകണമോ, നാം പരസ്പരം ബഹുമാനിക്കുവാൻ തയ്യാറാകണം. വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം പരസ്പര ബഹുമാനമില്ലായ്മയാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, എല്ലാവരെയും ബഹുമാനിക്കുക. എല്ലാവരെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? നാം നമ്മുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കണം. നാം നമ്മുടെ സഹപ്രവർത്തകരെ ബഹുമാനിക്കണം. നാം നമ്മുടെ സഹവിശ്വാസികളെ ബഹുമാനിക്കണം. നാം നമ്മുടെ കുടുംബാംഗങ്ങളെ ബഹുമാനിക്കണം. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. മാതാപിതാക്കൾ തലമുറകളെ ബഹുമാനിക്കണം. തലമുറകൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇങ്ങനെ തുടങ്ങി എല്ലാവരെയും പരസ്പരം ബഹുമാനിക്കണം. പഴമക്കാർ ഇപ്രകാരം പറയാറുണ്ട്, ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങണം. ബഹുമാനം കൊടുത്താൽ മാത്രമേ ബഹുമാനം വാങ്ങുവാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? നാം മറ്റുള്ളവരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, ഒന്നാമതായി നാം അത് ചെയ്യുവാൻ തയ്യാറാകണം. നാം മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തയ്യാറാകണം. നാം മറ്റുള്ളവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ തയ്യാറാകണം. നാം മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നാം മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ തയ്യാറാകണം. നാം മറ്റുള്ളവരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, ഒന്നാമതായി നാം അത് ചെയ്യുവാൻ തയ്യാറാകണം. വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. വിതയ്ക്കാത്തത് ഒരിക്കലും കൊയ്യുവാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ ബഹുമാനമെന്ന വിത്ത് വിതച്ചുകൊണ്ട് ബഹുമാനമെന്ന ഫലത്തെ കൊയ്തെടുക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.